എല്ലാവർക്കും കത്തോസ് മാജിക്കൽ വേൾഡിലേക്ക് വെൽക്കം. ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് മുട്ട ഓംപ്ലേറ്റ് ആക്കിയത് വേണം. അമ്മയാണ് എനിക്ക് ഓംപ്ലേറ്റ് ആക്കി തന്നത്. ഇതിൽ കുരുമുളകും ഉപ്പും മുളകും തക്കാളിയുമാണ് ഞാനിട്ട് ഓംപ്ലേറ്റ് ആക്കിയത്. ബ്രെഡ് വേണം, കുക്കുംബർ വേണം, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, ബട്ടർ, ഓയിൽ, വിനീഗർ. ഇതൊക്കെയാണ് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യം. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഉപ്പ് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ 2 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വിനാഗിരിയും 2 സ്പൂൺ വിനാഗിരി. നാരങ്ങയാണ് ഒഴിക്കേണ്ടത്. ഞാൻ വിനാഗിരി ആണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ബാക്കോട്ടാണേ അടിക്കാവും. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം അടിച്ചെടുക്കാം. കുറച്ചായി ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പം നമ്മളുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ആക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് വെക്കാം. അതിലേക്ക് മുട്ട വെക്കണം. ബട്ടർ തേച്ച് കൊടുക്കാം. ഇത്തിരി ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. തക്കാളി വെക്കാം. ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ഇനി കുക്കുംബർ വെച്ച് കൊടുക്കാം. ഈ മയോണൈസ് കുറച്ചാക്കാം. ഇനി ഒരു ബ്രെഡിൽ കുറച്ചും കൂടി ബട്ടർ തേച്ച് കൊടുക്കാം. നല്ല നമുക്ക് വെച്ച് ഇതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ചിട്ടും ചൂടാക്കാം. കുറച്ച് സമയം ഇതിങ്ങനെ പിടിച്ചു വെക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോസ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനി ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാം. നിങ്ങളും ട്രൈ ചെയ്യണേ. ബൈ.